പ്രാർത്ഥനയുടെ ആവശ്യകത ലോകമെങ്ങുമുള്ള ദൈവജനത്തിന് ഏറ്റവും ബോധ്യമായ ഒരു കാലയളവിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്, അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അതോടനുബന്ധിച്ചുള്ള ചില ആത്മീയ സത്യങ്ങളും നാം ഓർക്കുന്നത് നന്നായിരിക്കും. ചടങ്ങായിട്ട്, കേവലം കർത്തവ്യം നിർവഹിക്കാനായിട്ട്, ആചാരമായിട്ട് പ്രാർത്ഥിക്കുന്ന വലിയ ഒരു ക്രൈസ്തവ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നാമും അതങ്ങനെ ചെയ്തു പോയി എന്ന് വരാവുന്നതാണ്. എന്നാൽ പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് രൂപാന്തരം വരുന്നു എന്നുള്ളതാണ്. സാധാരണ പ്രാർത്ഥനയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. അത് ഒരളവിൽ ശരിയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കുന്നവർ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന ഒരു കൽപ്പന ദൈവ മക്കളോടായിട്ട് നൽകപ്പെട്ടതായി നാം വായിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ നമുക്കേറ്റവും സന്തോഷകരമായി, അനുഗ്രഹകരമായി തോന്നാവുന്ന ഒരു കാര്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ കേവലം ചില ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയവും ദൈവവുമായുള്ള നമ്മുടെ അടുപ്പവും നാം ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മീയ ജീവിതം പുതുക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രഭാവം നമ്മുടെ ജീവിതങ്ങളുടെ മേൽ വീഴുകയാണ്. നാം ദൈവത്തോട് എന്തുമാത്രം കൂടുതൽ സംസാരിക്കുമോ അത്രയും ആത്മീയമായ ചൈതന്യം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുതുക്കമുണ്ടാകുന്നു. ദൈവത്തോടുള്ള സംസർഗം നിമിത്തം നമ്മുടെ ആത്മീയ ജീവിതം ചൈതന്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ അളവ്, അതിൻ്റെ വലിപ്പം എന്നുള്ളതിനേക്കാൾ പ്രാർത്ഥനയുടെ ക്വാളിറ്റി, പ്രാർത്ഥനയുടെ സ്വഭാവം, ഗുണമാണ് പ്രധാനം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞതിൽ നിന്ന് ഇത് വളരെ വ്യക്തമാണ്. നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന വളരെ ഹ്രസ്വമായിരുന്നു. എന്നാൽ വന്നതുപോലെ തന്നെ യാതൊരു ആത്മീയ നന്മയും പ്രാപിക്കാതെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ പരീശൻ്റെ പ്രാർത്ഥനയിൽ അനേക പോയിൻ്റുകളുണ്ടായിരുന്നു. ദീർഘമായ പ്രാർത്ഥനയായിരുന്നു. പല കാര്യങ്ങൾ ദൈവത്തോട് തനിക്ക് പറയാനുണ്ടായിരുന്നു. എന്നാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാകട്ടെ ഒറ്റ വാചകത്തിൽ ഒതുങ്ങി നിന്നു. എന്നാൽ അതിൽ ആരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് സ്വീകാര്യമായത്, ആരിലാണ് ദൈവം പ്രസാദിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ഹ്രസ്വമായ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും ഹ്രസ്വമായിരിക്കണമെന്നോ അധികം പ്രാർത്ഥിക്കരുത് എന്നോ അല്ല അർത്ഥമാക്കുന്നത്. പ്രാർത്ഥനയുടെ സമയദൈർഘ്യത്തേക്കാൾ ഏത് ഹൃദയനിലയോടുകൂടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ദൈവം പ്രധാനമായി കണക്കാക്കുന്നു. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന, നമുക്കെല്ലാം പരിചയമുള്ളൊരു വാക്യമുണ്ട്, ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കയില്ല. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങായി തീരാതെ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് തെറ്റ്, കുറ്റകരം, പാപം എന്ന് നമുക്കറിയാവുന്ന നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുവാൻ. അന്യോന്യ ബന്ധങ്ങളിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ച, ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെയുള്ള നമ്മുടെ ജീവിതശൈലി, പണത്തോടും വസ്തുക്കളോടുള്ള നമ്മുടെ തെറ്റായ മനോഭാവങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ചിന്താജീവിതത്തിലും നോട്ടത്തിലും മനോഭാവത്തിലും പ്രവൃത്തിയിലും വന്നു പോകുന്ന വീഴ്ചകൾ, ഇവയെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും
ഏറ്റവും വിശുദ്ധമായി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം പ്രാർത്ഥനയോടൊപ്പം നമുക്കുണ്ടാകണം. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായ ഹൃദയനിലയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവരായ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ, ദൈവത്തിന് കൂടുതൽ പ്രസാദകരമായ നിലയിലേക്ക് നമ്മുടെ ജീവിതം വരുവാൻ സംഗതിയായിത്തീരും. പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ തന്നെ ആത്മീക നന്മയാണ്.